നൈസോളിനെ കുറിച്ച് ഒരിക്കലും ഗ്രീഷ്മ സെർച്ച് ചെയ്തിരുന്നില്ലാത്തതും വേറെ വലിയൊരു സാഹചര്യമാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അങ്ങേ തന്നെ ലഭിച്ചത് വലിയ തരത്തിൽ കേസ് നിർണായകമായി നന്ദിയും കുടുംബാംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് ഇങ്ങനൊരു വിധിയുണ്ടായി, ആത്മസംതൃപ്തിയുണ്ടോ? എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ഔദ്യോഗിക ജീവിതത്തിൽ സ്പെഷ്യൽ പി എന്ന രീതിയിൽ എനിക്ക് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് തന്നെയായിരുന്നു. ആ ഒരു വലിയ വെല്ലുവിളി എനിക്ക് വളരെ അങ്ങേയറ്റം സപ്പോർട്ടോടുകൂടി എൻ്റെ ടീം അംഗങ്ങളായിട്ടുള്ള അൽഫാസ് മഠത്തിലും അതുപോലെ അഡ്വക്കേറ്റ് നവനീത് കുമാറും അത് പോലീസിന്റെ അങ്ങേയറ്റം തൊട്ട് ഉള്ള ഒരു സഹായം എനിക്ക് അവസാനം വരെയും പ്രോസിക്യൂഷൻ എയ്ഡിന്റെയും എല്ലാവരുടെയും, കാരണം 3 ഡിവൈഎസ്പിമാരുടെ സഹായം, ജോൺസൺ, അതുപോലെ റാസിത്ത്, SP സുൽഫിക്കർ, പിന്നെ ഇപ്പോഴത്തെ പാറശാല CI സജ്ജി, ഇവരുടെയൊക്കെ എൻ്റെ ഓഫീസിലെ ടീം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു നല്ലൊരു പ്രവർത്തനം വെച്ചതുകൊണ്ടാണ് സത്യം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞതും അത് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് സത്യം. വധശിക്ഷ എന്നുള്ളത് ആധുനിക കാലത്ത് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോയത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് കോടതിക്ക് താങ്കൾ കാണുന്നത് പ്രോസിക്യൂട്ടർ? അത് തീർച്ചയായിട്ടും വളരെയധികം 568 പേജുകളിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് നിരത്തിയ കാരണങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിന് താഴെ ഒരിക്കലും ഇതിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് കണ്ടെത്തി. അത് അദ്ദേഹം അവിടെ ഓപ്പൺ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയിട്ട് ആ മുന്നൊരുക്കം വളരെ അതീവ ജാഗ്രതയോടെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ചെയ്തതാണ്. പക്ഷേ പോലീസിന്റെ അതിസമർത്ഥമായിട്ടുള്ള നീക്കങ്ങളും അത് ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമാണ് കോടതിയിൽ, അത് ഓപ്പൺ കോടതിയിൽ അത് പ്ലേ ചെയ്ത് അതിനെ തെളിവിലേക്ക് രേഖപ്പെടുത്തി അതിന് ഒരു വിധി ന്യായം പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞത്. ഈ സാഹചര്യ സമ്മർദ്ദമൊന്നും കോടതിക്ക് മുമ്പിൽ വിലപ്പോയില്ല അല്ലേ? സാഹചര്യ സമ്മർദ്ദങ്ങളൊന്നും തന്നെ കോടതിയിൽ ഇതിനകത്ത് കോടതി നോക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, മീഡിയ ഒരു ട്രയലിന്റെ ഭാഗമായിട്ട് കോടതി നിൽക്കേണ്ടതില്ല എന്നുകൂടിയുള്ള ഒരു പരാമർശവും കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്പൺ വിധി ന്യായത്തിൽ അത് അവിടെ വായിച്ചു. താങ്ക് യു. തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ, ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗ്രീഷ്മയെ ഇപ്പോൾ വധശിക്ഷ കേട്ടതിന് ശേഷം ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി വധശിക്ഷയുടെ ശിക്ഷാവിധിയുടെ പകർപ്പ് നൽകിയ ശേഷമാണ് അവരെ പറഞ്ഞയക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസമോ വൈകാരികമായ എന്തെങ്കിലും സംഗതികളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നത് എടുത്ത് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതിക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ അപൂർവം വധശിക്ഷകളിലൊന്നായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. നിരവധിയായ ആളുകൾ ഇപ്പോൾ വധശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം ശിക്ഷാ നടപടി കാത്ത് ജയിലിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾക്കായി അതിന്റെ അന്തിമ വിധി വരാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാകാൻ വേണ്ടി കാത്തു കിടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ പോയവർ, ഹൈക്കോടതി ഇനിയും പരിഗണിക്കാത്ത കേസുകൾ, സുപ്രീം കോടതിയിൽ പോയത്, സുപ്രീം കോടതി ഇനിയും പരിഗണിക്കാത്ത കേസുകളൊക്കെ ഉണ്ട്. ഒരു 3 പതിറ്റാണ്ട് മുമ്പെങ്കിലുമാണ് കേരളത്തിൽ 32 വർഷം മുമ്പാണ് കേരളത്തിൽ വധശിക്ഷ ഇതിന് മുൻപ് നടപ്പിലാക്കിയത്. 15 പേരെ കൊന്ന റിപ്പർ ചന്ദ്രനെ കൊന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അതിനുശേഷം കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ സൗമ്യ വധക്കേസിലെ പ്രതിയായിരുന്ന ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി അത് ജയിൽവാസമാക്കി ഇളവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഒക്കെ പോയി ഇനി അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ഒരു പക്ഷേ ഈ ഗ്രീഷ്മയ്ക്കുണ്ടാവാം. അവർ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അത്രേ, 24 വയസ്സുള്ള തനിക്ക് ഇനി ഒരു 12 വർഷം കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലത്ത് ജീവിക്കാമെന്ന കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ശിക്ഷാവിധിയെക്കുറിച്ച് തനിക്ക് വലിയ ഭയമൊന്നുമില്ല അവർ പറഞ്ഞതായി കേട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ കേസുകളുണ്ട്. ഈ എറണാകുളത്ത് നമുക്ക് ഓർമ്മയുണ്ട്, 5 വയസ്സുകാരിയായ കുഞ്ഞിനെ ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി മാലിന്യ കൂമ്പാരത്തിൽ വെച്ച് പീഡിപ്പിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന് ചാക്കിൽ കെട്ടിവെച്ച കേസിലെ പ്രതി ബീഹാർ സ്വദേശിയായ അസ്ഫാഖ് ആലം വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ശിക്ഷാ നടപടിയിലേക്ക് കടന്നിട്ടൊന്നുമില്ല, അതിൻ്റെ അപ്പലേറ്റ് കോടതിയിൽ പോയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസ്, കേരളത്തിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ കേസാണ്. അതിൽ പ്രതിയായ അമീറുൽ ഇസ്ലാമും ഇപ്പോൾ വധശിക്ഷ കാത്തുകിടക്കുന്നു, വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ആര്യ കൊലക്കേസിലെ പ്രതികളായ പ്രദീപ് ബോറയും രാജേഷ് കുമാറും വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലുള്ളവരാണ്, അവരുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഒരുമനേർ കൂട്ടക്കൊല കേരളത്തിൽ വലിയ വാർത്തയും കോളിലൊക്കെ ഉണ്ടാക്കിയ ഒന്നാണ്. അതിലേക്ക് പ്രതി റജികുമാർ വധശിക്ഷ വിധിക്കപ്പെട്ടയാളാണ്. മാവേലിക്കര സ്മിത വധക്കേസിലെ പ്രതി വിശ്വരാജൻ വധശിക്ഷ വിധിക്കപ്പെട്ടയാളാണ്. ആറ്റിങ്ങലിലെ ഇരട്ടക്കൊല വലിയ വാർത്തയായതാണ്. നിനോ മാത്യു അതിലേക്ക് പ്രതി ശിക്ഷ വിധിക്കപ്പെട്ടയാളാണ്. കോളിയൂർ കൊലക്കേസിലെ പ്രതി അനിൽകുമാർ, വണ്ടിപ്പെരിയാറിൽ യുവതിയെയും മകളെയും പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി രാജേന്ദ്രൻ, ഇവർ രണ്ടുപേരും വധശിക്ഷ വിധിക്കപ്പെട്ടവരാണ്, നടപ്പിലാക്കിയിട്ടില്ല.
പിന്നെ മണ്ണാർക്കാട്ട് 2015 ലാലപ്പൻ, പ്രസന്നകുമാരി, പ്രവീൺലാൽ എന്നിവരെ കൊന്ന കേസിലെ പ്രതിയായ ഉത്തർപ്രദേശുകാരനായ നരേന്ദ്രകുമാർ ഇപ്പോഴും വധശിക്ഷ വിധിച്ചുവെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല. മകളുടെ കൂട്ടുകാരിയായ 9 വയസ്സുകാരിയെ കൊന്ന കേസിലെ പ്രതി നാസറിനെ ഇതുവരെ ശിക്ഷയ്ക്ക് വിധേയനാക്കിയിട്ടില്ല. പിന്നെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അബ്ദുൽ ഗഫൂർ, പിന്നെ കുണ്ടറ ആലിസ് വധക്കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല. ജെറ്റ് സന്തോഷ് വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു. തിരുച്ചിറപ്പള്ളി സ്വദേശിയെ എറണാകുളത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി 3 പേരെ കൊന്ന കേസ്, അതിലെ പ്രതി എഡിസൺ ശിക്ഷ വിധിച്ചു, പക്ഷേ നടപ്പിലാക്കിയിട്ടില്ല. ഉരുട്ടിക്കൊലക്കേസിലെ പ്രതി ജിതകുമാർ, ഇവരൊക്കെ വധശിക്ഷ കാത്തു കഴിയുന്നവരോ വധശിക്ഷ പ്രഖ്യാപിച്ചവരോ ആണ്. പക്ഷേ ഇവരൊക്കെ നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നു. മേൽക്കോടതികളെ സമീപിച്ചിരിക്കുന്നു, രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നു എന്നീ കാരണങ്ങൾ കൊണ്ട് ഇവരുടെ ശിക്ഷാവിധി ഇനിയും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല.